ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ്. നമുക്ക് സുഖം തന്നെ അൽഹംദുലില്ലാ. പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ അല്ലേ. 10 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നേന്. അപ്പോൾ ഈ സ്കൂൾക്ക് പോകുമ്പോൾ നമുക്ക് ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുപോകണം ലഞ്ച് എന്താണെന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ ചോറൊക്കെ ഇവിടെ വെന്ത് ഊറ്റി വെച്ചതിന് ചായ കടിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ ഊറ്റി വെച്ചതിന് ഇനി വീട്ടിലേക്കുള്ള ഉപ്പേരി അത് കൊണ്ടാവാനുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെച്ച് വെളിച്ചെണ്ണൊക്കെ പറഞ്ഞ് ചൂടായിട്ടന്നെ ഒരു സവാള ചെറുങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കളിച്ചിട്ട് ഈ സവാളൊക്കെ നല്ലോണം വെന്ത് വരണം. അങ്ങനെ സവാളൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഒരു പച്ചമുളകും ഒരു തക്കാളിയുടെ പകുതിയും ചെറുങ്ങനെ എരിഞ്ഞിട്ട് ഈ തക്കാളി ഇതൊക്കെ നല്ലോണം ആദ്യമായിട്ട് വരുമ്പോൾ അതുവരെ നമ്മൾ നല്ല രസമാണ്. പെരുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നമുക്കൊന്ന് കാണിച്ചതായി വിചാരിച്ചൊരു വീഡിയോ എടുക്കാൻ മക്കളെ. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മനസ്സിൽ നോക്കിയിട്ട്. അപ്പോൾ ഇത് ഈ തക്കാളിയൊക്കെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കിട്ടില്ല തോന്നുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ കളക്കി കൊടുത്തിട്ട് ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുക. ഈ കോഴിമുട്ട ചിക്കിയാന്നൊക്കെ പറഞ്ഞില്ല അതേപോലെ നമ്മൾ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ചട്ടിയിലൊക്കെ നല്ലോണം അങ്ങോട്ട് വിട്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ചൊക്കെ കൂട്ടാൻ ഇതും പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചിരിക്കും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് പൊരിച്ച്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും ഇതുമാണ് ഇന്നത്തെ നമ്മളെ ലഞ്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഏകദേശമൊക്കെ റെഡിയായി വിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ ഈ കോഴിമുട്ടൊക്കെ ചെറുതായി വരുന്നതിന്. അപ്പോൾ അങ്ങനെ ചെറുതായി വരുന്നവരെ നമ്മൾ നല്ലോണം ഇളക്കി പൊടിയായി നിൽക്കുന്നുണ്ട്. കോഴിമുട്ടൻ്റെ കഷ്ണം വലിയ കഷ്ണം ആവേക്ക് അപ്പം രസം ഉണ്ടാവില്ല. ചെറിയ കഷ്ണമാകുമ്പോഴാണ് രസം ഉണ്ടാവുക. അങ്ങനെ നമ്മളെ ഉപ്പേരി ഇവിടെ റെഡിയായി. ഇനി ചോറ്റും പാത്രത്തിൽ ചോറൊക്കെ ആക്കി ഉപ്പേരി കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഉപ്പേരി കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചുണ്ട് പറഞ്ഞില്ലേ അതും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മക്കളെ നമ്മളെ ഇന്നത്തെ ലഞ്ച് ഉച്ചക്കത്തെ ഭക്ഷണം ഇതാണ്. എങ്ങനെയുണ്ട്? അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിച്ച് നിൽക്കരുത് കേട്ടോ. ഇനി ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.